നമസ്കാരം, ഞാൻ ബിജു ഷോളൂർ. പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡർ ആണ്. നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യേണ്ടത്, നിഫ്റ്റിയിലെ ലോങ് ടേം ട്രെൻഡ് എങ്ങനെയാണ്, ഈ ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്നത്. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ മാർക്കറ്റിൽ തുടങ്ങാം. മാർക്കറ്റിലായാലും നമ്മൾ ഈ ഒരു മൂവ്മെന്റ് ആയാലും സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റ് ആയാലും നമ്മൾ റിവേഴ്സൽ സൂചിപ്പിച്ചിരുന്നില്ല. റിവേഴ്സൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 24,200 താഴത്തേക്കുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. 24,200 ആയിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ സൂചിപ്പിച്ചിരുന്ന മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം, ഇപ്പൊ ഡെയിലി ക്യാനിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 24,240 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവല്. 24,240, 230 ആ ലെവലിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ 24,600 അടുത്തുനിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ മാർക്കറ്റ് നോക്കുക. ഇന്നത്തെ മാർക്കറ്റ് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് തന്നെ എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പോൾ നിഫ്റ്റി ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയാലും ഇതൊരു ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇതൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് കാണിക്കുന്നത്. നിഫ്റ്റി ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടാണ്. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ഓപ്പണിംഗ് കാനിൽ നമ്മൾ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ ആ ഒരു സ്ട്രെങ്ത് നിലനിൽക്കും. ഇപ്പോൾ ഓപ്പണിംഗ് കാനിൽ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ നമ്മളൊരു ഇൻട്രോഡക്ട് ചെയ്യുമ്പോൾ 5 മിനിറ്റിൽ ജസ്റ്റ് ആ ഒരു ഓപ്പണിംഗ് കാനിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, സപ്പോർട്ടിന് താഴെയാണോ റെസിസ്റ്റൻസിന് താഴെയാണോ, നമ്മൾ നൽകിയിരിക്കുന്ന 2-3 റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഓപ്പണിംഗ് കാനിൽ തന്നെ നിലനിർത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലായാലും ഷോർട്ട് സെൽ പൊസിഷൻസ്, അതായത് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഷോർട്ട് സെൽ പൊസിഷൻസ് ആയിരുന്നു. കാരണം നിഫ്റ്റിയിലായാലും നെഗറ്റീവ് ന്യൂസുകളും യുദ്ധത്തിന്റെ പ്രതീതിയും മാർക്കറ്റിൽ നെഗറ്റീവിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഹ്യൂജ് ആയിട്ടുള്ള ഷോർട്ട് സെൽ പൊസിഷൻ ആണ് മാർക്കറ്റിൽ നിലനിർത്തിയിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിൽ സംഭവിച്ചിരുന്നത്, നിഫ്റ്റി റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഷോർട്ട് കവറിംഗ് ആണ് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു ഷോർട്ട് കവറിംഗ് റാലി പൊസിഷൻ, ഒരുപാട് പൊസിഷൻസ് ഉണ്ടായിരുന്നു. കാരണം മാർക്കറ്റിന്റെ ആ ഒരു മൊമെന്റം, അങ്ങനത്തെ ഒരു മൊമെന്റ് ആണ് മാർക്കറ്റിൽ വന്നിരുന്നത്. ആ ഒരു ഷോർട്ട് കവറിംഗ് മൊമെന്റ് ആണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത്. അതിനുശേഷമായാലും നമ്മൾ നൽകിയിരുന്നത് 600 റെസിസ്റ്റൻസ് ആണ്. 600 റെസിസ്റ്റൻസും വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി. 600 റെസിസ്റ്റൻസും വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി. അതിനുശേഷം നമ്മൾ പിന്നെ റെസിസ്റ്റൻസുകൾ നൽകിയിരുന്നില്ല. കാരണം ഇതിന്റെ ഒരു മുകളിൽ പിന്നെ റെസിസ്റ്റൻസ് ഇല്ല. മാർക്കറ്റിലൊരു ഷോർട്ട് കവറിങ് റാലിയാണ്, അതായത് ഷോർട്ട്സിന്റെ പൊസിഷൻ കവർ ചെയ്യുന്ന റാലി പ്ലസ് ബൈ പൊസിഷൻ, അതായത് മാർക്കറ്റിന്റെ ന്യൂസിനനുസരിച്ചുള്ള ഒരു ബൈ മൊമെന്റും ആണ് മാർക്കറ്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റിന്റെ ഈ ഒരു ട്രെൻഡ് എന്താണ്? മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് നമുക്ക് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് വെയിറ്റ് ഫോർ 2 days, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആഴ്ചയെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്താലാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു ട്രെൻഡ് നമുക്ക് കിട്ടുള്ളൂ. കാരണം ഇന്നത്തെ ഒരു മൊമെന്റ് ആയാലും ന്യൂസ് സ്പേസിൽ അപ്പ് മൊമെന്റും ഷോർട്ട് കവറിംഗ് റാലിയാണ്. നമുക്ക് ഷോർട്ട് കവറിംഗ് റാലിയിൽ റെസിസ്റ്റൻസുകളൊന്നും വർക്ക് ചെയ്യില്ല. റെസിസ്റ്റൻസിന്റെ ഒക്കെ മുകളിലേക്ക് വളരെ ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് എങ്ങനെയാണ് നിലനിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിന്റെ ഒരു കൃത്യമായിട്ടൊരു ലോങ് ടേം ഡയറക്ഷൻ നമുക്ക് മാർക്കറ്റിന്റെ പറയാനായിട്ട് സാധിക്കുള്ളൂ. സ്ട്രോങ് ബൈ ട്രെൻഡായോ വരും ദിവസങ്ങളിലെ അപ്ഡേറ്റുകളിൽ നമുക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ലോങ് ടൈം ഡയറക്ഷൻ ട്രേഡ് ചെയ്യുന്നവർ വെയിറ്റ് ചെയ്യുക. റൈറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. മാർക്കറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ഏതായിരിക്കും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അപ്പൊ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇന്നത്തെ ഒരു മൊമെന്റം വളരെ സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റും വരും ദിവസങ്ങളിൽ ഇതേപോലത്തെ ഒരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യരുത്. കാരണം റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വളരെ വ്യത്യാസമുണ്ട്, മാർക്കറ്റിന്റെ സിറ്റുവേഷൻ വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിലെ സിറ്റുവേഷൻ ആയാലും ഓപ്പണിങ്ങിനനുസരിച്ച് ട്രെൻഡ് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഓപ്പണിംഗ് സപ്പോർട്ടിലാണോ റെസിസ്റ്റൻസിലാണോ അതിനനുസരിച്ച് മാർക്കറ്റിന്റെ പൊസിഷൻ ബിൽഡ് ചെയ്യാനായിട്ട് വരും ദിവസങ്ങളിൽ എക്സ്പയർ ചെയ്ത പൊസിഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലായാലും നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, എങ്ങനെയാണ് നമുക്കത് മാനേജ് ചെയ്യേണ്ടത്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെയാണ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,900 മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് കുറച്ച് താഴെയാണ് സപ്പോർട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ചെറിയൊരു ഗ്യാപ് ഡൗൺ ആയാലും മാർക്കറ്റ് ബൗൺസ് ചെയ്യാനുള്ള ശ്രമം നടത്തും. 24,882, 24,882, 24,865.
ഇത് രണ്ടാണ് ഇൻട്രാഡേയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 24,865 മുകളിലാണ്, 24,852 മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 24,865 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിലേക്കായാലും ഇനി റെസിസ്റ്റൻസ് വരുന്നത് 24,945 റെസിസ്റ്റൻസ് ആണ്. പക്ഷെ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്താൽ മതി. നല്ല സപ്പോർട്ട് എന്നുള്ളൊരു ബൈ ഈ ഒരു ലെവലിൽ നിന്നാണ്. അല്ലെങ്കിൽ വീക്ക്നെസ് ഈ ഒരു ലെവലിന്റെ താഴെ 24,865 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ 24,882 സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ഓപ്പണിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് മാർക്കറ്റിൽ വളരെയധികം മാർക്കറ്റിന്റെ ട്രെൻഡിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഓപ്പണിംഗ് ക്യാൻഡിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം ഏത് റെസിസ്റ്റൻസ് സപ്പോർട്ടിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ആദ്യത്തെ ഒരു മൊമെന്റം നിഫ്റ്റിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ 24,945 ഹയർ ലെവൽ റെസിസ്റ്റൻസ്. അതിനുശേഷം മുകളിലായാലും നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ, കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ മാനേജ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഒരു ലെവല് കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുക. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 25,100 താഴെ 25,25090, ഇതിന്റെ താഴെയാണ് വീക്ക്നെസ്, ഇതിന്റെ താഴെ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അതിന് മുകളിൽ റെസിസ്റ്റൻസ് കാണുന്നത് 25,140 25,140. ഈ രണ്ട് റേഞ്ചിന് ഇടയിലാണെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 25,900 താഴെയാണ്. അതുപോലെ നമുക്ക് ലോവർ ലെവലിലേക്ക് നമുക്ക് നോക്കാം. ലോവർ ലെവലാണെങ്കിൽ 24,865 താഴെ. പിന്നെ നല്ല സപ്പോർട്ട് വരുന്നത് കുറച്ച് താഴെയാണ് സപ്പോർട്ട് വരുന്നത് 24,800. 24,800 താഴെ വന്നാലും 800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 24,800. അതേപോലെ തന്നെ 24,750, അതേപോലെ തന്നെ 24,750. ഇത് രണ്ടും ലോവർ ലെവൽ സപ്പോർട്ടാണ്. 24,750, 24,750 ഈ റേഞ്ച് ഹോൾഡ് ചെയ്ത് 750 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ 24,800 റെസിസ്റ്റൻസ് ഉണ്ട്. 800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ആയിരിക്കും. അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, പറയുന്ന സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആയിരിക്കും, പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. പിന്നെ ലോവർ ലെവലെ കുറച്ച് നല്ല സപ്പോർട്ട് 24,700 താഴെയാണ്. അപ്പൊ വരും ദിവസങ്ങളിലായാലും മാർക്കറ്റിന്റെ ഒരു മൊമെന്റ് എങ്ങനെയായിരിക്കും അതിനനുസരിച്ചായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിലെ ഒരു ട്രെൻഡ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ, അതായത് ചെറിയ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 24,705 24,690 ആണ്. 24,705, 24,690 ഇതാണ് ലോവർ ലെവലിലെ നല്ല സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ 24,675 ലോവർ ലെവലിൽ ഇത് കുറച്ച് സ്ട്രോങ് സപ്പോർട്ടുകളാണ് ഈ യെല്ലോ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. 675, 690, 705 ഈ ഒരു ലെവലിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് സ്ട്രോങ് സപ്പോർട്ടുകൾ ഇവിടെയാണ് വരുന്നത്. ഈ ലെവലിന്റെ ഇപ്പോഴും ശ്രദ്ധിക്കുക, സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലിലാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം ബൗൺസ് ചെയ്തതിനു ശേഷം ഈ റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഫാൾ വരുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. വരും ദിവസങ്ങളായാലും സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. മാർക്കറ്റ് വലിയ വരും ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.